SK ഹോട്ട്സ്പോട്ട്. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു കലക്കൻ ആളാണ്. നമ്മൾ ടി വിയിൽ കണ്ടാൽ ഇദ്ദേഹത്തെ നോക്കി നമ്മളിരിക്കും. അദ്ദേഹത്തിൻ്റെ റേഡിയോ ഷോ നമുക്ക് കേരളത്തിൽ കേൾക്കാൻ പറ്റില്ല. ദുബായിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ റേഡിയോ ഷോയുടെ ആരാധകരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു ചാനൽ മാറ്റാണ്ട് ഇങ്ങനെ കേട്ടിരിക്കും. ഒരു നടനാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അങ്ങനെ എല്ലാമായ ഒരു മൾട്ടി ടാലന്റഡ് ഒരു പുലിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമസ്കാരം മിഥുൻ ചേട്ടാ. എൻ്റെ കൂടെയുള്ളത് മിഥുൻ രമേശാണ്. മിഥുൻ ചേട്ടാ, ഞാനേ ഇപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അപ്പോൾ ആ കാര്യങ്ങൾ ഈ റോളുകൾ വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെ ഏറ്റവും ആദ്യം ഉള്ളത്. സിനിമയുണ്ട്, ഡബ്ബിംഗ് ഉണ്ട്, RJing ഉണ്ട്, VJing ഉണ്ട്. ഇതിലേതാണ് മിഥുൻ രമേശിനെ മിഥുൻ രമേശ് ആക്കിയത്? ഉത്തരം പോരട്ടെ. ഈ സിനിമ തന്നെയാണല്ലോ നമുക്ക് പേര് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷെ സിനിമയിലോട്ട് കയറാൻ അന്ന് എനിക്ക് ഏക മാർഗമായിരുന്നു ഡബ്ബിംഗ് എന്ന് പറയുന്ന സംഭവം ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ സിനിമയിലുള്ള പല ആൾക്കാരെയും മീറ്റ് ചെയ്യാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോ നമ്മൾ എന്ന് പറയുന്ന പടത്തില് എത്തുന്നതിന്റെ കാരണം ഞാൻ ഗ്രാമഫോണില് കമൽ സാറിന്റെ ഗ്രാമഫോണിൽ ഡബ് ചെയ്തിട്ട് അതിൽ 2 കഥാപാത്രം ഡബ് ചെയ്തതും അത് ഡബ്ബിങ് കമൽ സാറിന് ഇഷ്ടപ്പെടുകയും ആ സമയത്ത് അവിടെ വെച്ച് കമൽ സാറിനോട് ചാൻസ് ചോദിച്ച് കയറുകയും ചെയ്തതാണ്. അപ്പൊ അതുപോലെയാണ്. പക്ഷെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയാണ് സിനിമ എന്ന് പറയുന്ന മേഖലയിലോട്ട് വരുന്നത്. നമുക്ക് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ വന്നതിന് ശേഷമല്ലേ ഈ ഡബ്ബിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. അത് സീരിയൽസിൽ പോയത് കൊണ്ടാണ് എനിക്ക് ഡബ്ബിങ് നന്നായിട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് ഡബ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡബ്ബിംഗ് വാസ് ദ ഓൺലി വേ ദാറ്റ് ഐ കുഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദീസ് പീപ്പിൾ. അതാണ് നമ്മുടെ മെയിൻ സംഭവം. എന്തായാലും കലക്കിട്ടാ കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മലയാളിക്ക് ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ഒരാളാണ്. ശബ്ദം കേട്ടാലേ മലയാളിക്ക് മനസ്സിലാവുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. മിഥുൻ രമേശ് ആണുള്ളത്. മിഥുൻ ചേട്ടനെ കുറിച്ച് കുറേ ട്രോളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ ട്രോളുകൾ വരുന്നുണ്ട്. അതായത് പല നടന്മാരുടെയും ഹിറ്റ് റോളുകൾ മിഥുൻ ചേട്ടനാണ് ഡബ് ചെയ്തത്. എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പുള്ളിയുടെ റോള് വന്നപ്പോഴേക്കും അത് ഡബ് ചെയ്ത് വേറൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവ് ട്രോളുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ കണ്ടായിരുന്നോ? എന്ത് തോന്നി അതൊക്കെ കണ്ടപ്പോൾ? അത് എനിക്ക് എപ്പോഴും, അത് ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണല്ലോ. കാരണം നമ്മൾ എന്ന് പറഞ്ഞ പടമാണ് അതിന്റെ ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മളിൽ ഞാൻ ശരിക്കും ജിഷ്ണുവിന് ഡബ് ചെയ്തു, എനിക്ക് ഡബ് ചെയ്തത് ജിസ്മോനുമാണ്. ആ ട്രോള് ഞാൻ കാണാറില്ല, ട്രോൾ എനിക്ക് അയച്ചു തരാറുണ്ട് ആൾക്കാർ. അത് ആ സമയത്ത് ഏറ്റവും രസമുള്ളൊരു സാധനമാണ്. പക്ഷെ അന്ന് എനിക്ക് ആദ്യം ഭയങ്കര വിഷമായിരുന്നു. കാരണം നമ്മള് ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് ശബ്ദം കൊടുക്കാൻ പറ്റില്ല. ആ ശബ്ദം വേറൊരാൾ കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം വിഷമാവുമല്ലോ. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കമൽ സാർ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സംവിധായകരിൽ ഒരാളപ്പോ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ അല്ലെങ്കിൽ പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അപ്പൊ അതില് ഡബ് ചെയ്യാൻ പുള്ളി പറയുന്നെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഡബിങ്ങിലൂടെയാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു ആ ക്യാരക്ടർ നിങ്ങൾ ഡബ് ചെയ്താൽ നന്നായിരിക്കും, നിങ്ങളുടെ ക്യാരക്ടറിന് ഇവിടുത്തെ ഏറ്റവും നല്ല ഡബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ ഡബ് ചെയ്യുമെന്ന് പറയുകയും ചെയ്തിട്ടാണ് ജിസ്മോനെ വെച്ച് ചെയ്യുന്നത്. അപ്പൊ അല്ലു അർജുന്റെ ശബ്ദമല്ലേ എനിക്ക് വേണ്ടിയിരുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ജിസ്സുമായിട്ടുള്ള അടുപ്പവും അങ്ങനെ തന്നെ തുടങ്ങിയതും ശരിക്കും. അപ്പൊ അത്രയും അതിനൊരു വളരെ പോസിറ്റീവായിട്ട് ഞാനും കാണാറുള്ളൂ. ഇപ്പൊ എനിക്കറിയാം, കാരണം ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് മല്ലൂസിംഗില് എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു. ഉണ്ണി ഡബ് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ മുകളിൽ തന്നെ ഞാൻ ഡബ് ചെയ്തേക്കണേ. ഉണ്ണി പറഞ്ഞ അത്രയും നല്ലൊരു ഹിന്ദി പോലും എനിക്ക് പറയാറില്ല. പക്ഷെ എന്നാലും ഉണ്ണി ഡബ് ചെയ്തേക്കുന്നതിന്റെ മുകളിൽ തന്നെ ഡബ് ചെയ്തത്. അപ്പോ സത്യം പറഞ്ഞാൽ ഉണ്ണിയുടെ ആ സമയത്ത് മലയാളം ഇതാവുന്നത് കൊണ്ട് മാത്രമായിരുന്നു എന്നെ കൊണ്ട് ഡബ് ചെയ്തത്. അല്ലെങ്കിൽ ഉണ്ണി അസാധ്യം ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പടം ഓൾറെഡി. പക്ഷെ എനിക്കറിയാത്ത എത്രത്തോളം വിഷമമുള്ളൊരു കാര്യമാണ് നമുക്കത്. ഞാൻ അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ണിയെ കാണുമ്പോൾ അത് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഉണ്ണി വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളെ ഉണ്ണി പറഞ്ഞു എനിക്ക് അന്നത് വിഷമമായി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ രണ്ടും കൂട്ടർക്കും അത് ഗുണം ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ താണ്ടില്ലേ ഉണ്ണി അസാധ്യമായിട്ട് ഡബ് ചെയ്യും, ഉണ്ണി അസാധ്യമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അത് തുടക്കത്തിൽ എല്ലായ്പ്പോഴും ഒരു കൺവിക്ഷന് വേണ്ടിയിട്ടാണെന്ന് ശബ്ദം ഉപയോഗിക്കുന്നത്. സൂപ്പർ. അപ്പൊ എന്തായാലും മിഥുൻ രമേശ് നമുക്ക് ഏറെ ഇഷ്ടമുള്ള നടൻ, TV അവതാരകൻ, റേഡിയോ അവതാരകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള മിഥുൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ട് ആണിത്. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത് ഒരു കലക്കനാളാണ്. കലക്കനാളെന്ന് ഞാനിപ്പോൾ 2-3 തവണ പറഞ്ഞില്ല. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ആൾ കലക്കനാണെന്നുള്ളത് തന്നെയാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ്, അതേപോലെ പലയിടത്തും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമ്മൾ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് കാണുമ്പോഴും ഒക്കെ നമ്മൾ പറയും കലക്കി എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യനൊരു കലക്കൻ മനുഷ്യൻ എന്ന് ഞാൻ പറയാതിരിക്കുക. മിഥുൻ രമേശാണ് എൻ്റെ കൂടെ ഉള്ളത്, മിഥുൻ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. മിഥുൻ ചേട്ടാ, അപ്പോൾ ആളുകൾ വിശേഷങ്ങൾ അറിയാൻ കൊതിക്കുന്ന ഒരു കുടുംബമാണ് താങ്കളുടേത്. ബാക്കി 2 പേരുടെയും വിശേഷങ്ങൾ പറയൂ. എന്തെടുക്കുന്നു ലക്ഷ്മി ചേച്ചിയും തൻവിയും? പറയൂ. ലക്ഷ്മിയും തൻവിയും സുഖമായിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ
തന്വിയുടെ 10th സ്റ്റാൻഡേർഡിലാണ് അവളിപ്പോ. ICSEയിൽ നമ്മുടെ അവിടുത്തെ 9 എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഇപ്പൊ അവളുടെ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സും ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിത്തത്തിലുള്ളതുകൊണ്ടാണ് അവളെ പലപ്പോഴും പല വീഡിയോകളിലും കാണാത്തത് എന്നുള്ളതാണ് വാസ്തവം. എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നു. ലക്ഷ്മി അവളുടേതായ രീതിയിലുള്ള കുറേ നല്ല വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളും അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. എന്റെ കൂടെ ഇത് ഇപ്പോൾ ഉള്ളത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, മിഥുൻ രമേശാണ് എൻ്റെ കൂടെ ഉള്ളത്. മലയാളിക്ക് എന്താ പറയുക, തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ള അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോയുടെ പേര് SK ഹോട്ട്സ്പോട്ട്, കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇതേ ഉള്ളത് സിനിമാ പ്രവർത്തകനും റേഡിയോ പ്രവർത്തകനും ടെലിവിഷൻ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള മിഥുൻ രമേശാണ് SK ഹോട്ട്സ്പോട്ടിൽ. മിഥുൻ ചേട്ടാ 20 വർഷമായിട്ട് റേഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തകർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് തോന്നിയ സിറ്റുവേഷൻസ് ഏതൊക്കെയായിരിക്കും? അതായത് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് ബ്ലസ്ഡ് ആണെന്ന് തോന്നിയ നിമിഷം അത് ഏതായിരിക്കും എന്ന് പറയാമോ? ഈ HFM വർക്ക് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ്, ഒരുപാട് ബ്ലസ്ഡ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന 20 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു ബ്ലസ്ഡ് മൊമെന്റ് എന്നല്ല, ഒരുപാട് ബ്ലസ്ഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരെ പല രീതിയിൽ ഈ പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മാധ്യമ പ്രവർത്തനം. ഞാൻ റേഡിയോ എന്നല്ല, അവിടെ അത് ടെലിവിഷൻ ആയാലും പത്രമായാലും എല്ലാം തന്നെ കുറച്ചൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. കാരണം പലപ്പോഴും ഇവിടത്തെ എന്താ പറയണ ഇപ്പം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടത്തെ പല നിയമങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള അവയർനെസ് പലപ്പോഴും നേരിട്ട് ചെന്ന് ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പല ആൾക്കാർക്കും സാധിക്കില്ല. അപ്പൊ അതിലെ സംശയങ്ങളും മറ്റും നിവാരണം ചെയ്യുന്നത് പോലും നമ്മുടെ ഈ എന്താ പറയുക അതിന് ഏറ്റവും ഈസിയസ്റ്റ് റീച്ച് ആയതുകൊണ്ട് തന്നെ റേഡിയോയ്ക്കായിരിക്കും ഏറ്റവും ഈസി റീച്ച് വരുന്നത്. റേഡിയോയിലോട്ടൊരു SMS അയച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെയാണ് പത്രത്തിലും ടെലിവിഷനിലും ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം അതുകൊണ്ടാണ് വളരെ സോഷ്യൽ ഇൻക്ലിനേഷനോട് കൂടിയാണ് എല്ലാവരും ജോലി ചെയ്യുക. ആംനസ്റ്റി ഓരോ തവണയും ഞാൻ 2 ആംനസ്റ്റിയിലൂടെ ഞാൻ കടന്നുപോയി എന്ന് പറയാം. കാരണം 2 തവണയും ആംനസ്റ്റി വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് വിടാനും വെറും കൈയോടുകൂടി തിരിച്ചു വിടുകയല്ലോ, പകരം അവർക്ക് എന്തെങ്കിലും കുറച്ച് സമ്മാനങ്ങളും ഒക്കെ നമ്മുടെ ഇവിടുത്തെ സ്പോൺസേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിർത്തി അവർക്ക് ഒരു ബാഗ് നിറച്ചും സാധനങ്ങൾ കൊടുത്തു വിടാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് നല്ല രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അമ്മമാരെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്, ഫോർ യു മോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഒരുപക്ഷെ എത്രയോ നാളായി ഇവിടുത്തെ പല കേസുകളിലൊക്കെ പെട്ടിട്ടൊക്കെ എത്രയോ നാളായിട്ട് നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ എത്രയോ വർഷമായ അമ്മയോ കൂട്ടുകാരെ കുടുംബത്തിനെ ഒന്നും കാണാത്ത ആൾക്കാരുണ്ട്. അവരുടെ അമ്മമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് ദിവസം ഇവിടെ ഒരുമിച്ച് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, അവരെ ചുറ്റും കൊണ്ടുനടന്ന് ദുബായ് കാണിക്കാന്നൊക്കെ പറയുന്ന വളരെ രസമുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ഒരുപക്ഷെ ഒന്നും വിചാരിച്ച രീതിയിലൊന്നും സമ്പാദിക്കാൻ പറ്റാത്ത പല ആൾക്കാരുടെയും അവരുടെ വീട്ടുകളിലേക്ക് നമുക്ക് തിരുമുൽ കാഴ്ച എന്ന് പറയുന്ന പരിപാടിയിലൂടെ അവർക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയില്ലേ, അതായത് ചേച്ചി തന്ന 2 വള പണയം വെച്ചാണ് വിസ എടുത്ത് ഇവിടെ വന്നതെന്ന് പറയുന്നത്, ആ 2 വള തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയല്ല, നമ്മുടെ റേഡിയോയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പോൺസേർഡ് ഷോയിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതൊക്കെ ഒരു മാധ്യമം ഉള്ളതിന്റെ വിലയിലും അതും റേഡിയോ എന്ന മാധ്യമം ഉള്ളതിന്റെയും കൂടി ഗുണമാണ്. ആൾക്കാർക്ക് ടാക്സി എത്താത്ത സ്ഥലങ്ങളിൽ ടാക്സി എത്തിച്ചു കൊടുക്കാൻ വരെയും നമുക്ക് സാധിച്ചിട്ടുണ്ട്, അതുവരെയും റേഡിയോയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൊറോണ കാലഘട്ടത്തിലും നാട്ടില് ഓരോ ദുരിതങ്ങൾ നടക്കുന്ന സമയത്തും ഒക്കെ അവർക്ക് ഉള്ളൊരു കണക്റ്റായിട്ട് മാറാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് ഈ ഉള്ള മാധ്യമ ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൊറോണ കാലത്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്ന ഫ്ലഡിന്റെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഫ്ലഡ് ഉണ്ടായിരുന്നു. അത് ചെറുത് എന്ന് പറയാൻ ഞാൻ ഇതാക്കി തന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഫ്ലഡ് അല്ല. എന്നാലും ആ സമയത്തുമൊക്കെ അവരോടൊപ്പം നിന്ന് അതിനു വേണ്ടിയിട്ട് സഹായിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവാനും ഒക്കെ ഉള്ള സാധിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കട്ടെ. എന്റെ കൂടെ ഉള്ളത് മിഥുൻ രമേശാണ്, മിഥുൻ ചേട്ടനാണ് എന്റെ കൂടെ ഉള്ളത്. SK ഹോട്ട്സ്പോട്ട് ആണിത്, സേതുവാണ് കൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത് മിഥുൻ രമേശാണ്, മിഥുൻ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇൻട്രൊഡക്ഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ കുറച്ച് പറയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സംഭവമാണ്. അപ്പോൾ മിഥുൻ ചേട്ടാ, എത്രത്തോളം ഒരു ഗൾഫ് മലയാളിയാണ് നാട്ടിലുള്ളവർക്ക് മിഥുൻ ചേട്ടൻ? അതാണ് എനിക്ക് ഇനി പറയേണ്ടത്. അല്ല, നാട്ടിൽ വരുമ്പോഴെങ്കിലും. ഗൾഫ് മലയാളിയൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ഗൾഫിൽ കിട്ടുന്ന എല്ലാ സാധനവും നാട്ടിൽ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ
സംഭവമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം അവിടെ ഉണ്ട്. അവിടേക്ക് വരുമ്പോ ആകെ ആൾക്കാർ ഒരുപക്ഷെ ഒരു പെർഫ്യൂം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഗൾഫ് മലയാളി സംഭവം കഴിഞ്ഞു. പിന്നെ ആഴ്ചക്ക് വരണതുകൊണ്ട് അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും നാട്ടിൽ വരുന്നതുകൊണ്ട് വലിയ വിലയൊന്നും ഇല്ല ഇപ്പോ. രസമാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെയാണ് ഇന്നും പല സാധനങ്ങളും ഇവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആവശ്യപ്പെടുന്നതാകുമ്പോഴാണ് നമ്മൾ ഗൾഫ് മലയാളിയാവുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെ ഉള്ളത് മിഥുൻ രമേശാണ്. അപ്പോൾ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഷെയർ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ SK ഹോട്ട്സ്പോട്ടിൽ ഇരിക്കുന്ന ആള് ഒരു നടനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, RJ ആണ്, VJ ആണ്, സ്റ്റേജിൽ തകർക്കുന്ന ഒരാളാണ്. അങ്ങനെ മലയാളികൾക്കെല്ലാമായ മിഥുൻ രമേശാണ് എൻ്റെ കൂടെ ഉള്ളത്. മിഥുൻ ചേട്ടാ, എവിടെ നിന്ന് കിട്ടുന്നു ഇത്ര റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഫോർ റീൽസ്? അതെങ്ങനെയാണ് ഒപ്പിക്കുന്നത്? കാരണം ലക്ഷ്മി ചേച്ചിയും മിഥുൻ ചേട്ടനോട് ചെയ്യുന്ന ഓരോ കണ്ടന്റും ഓരോ റീലും നമുക്ക് വളരെ റിലേറ്റബിൾ ആണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് കൂടുതലായും ലക്ഷ്മിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം വീട്ടിൽ ഇരിക്കുമ്പോൾ പലത് കാണുകയും പലത് കേൾക്കുകയും പലത് വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നതാണ് കൂടുതലായിട്ടും. അതിലൊരു ചെറിയ ഡെവലപ്മെന്റോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഡിസ്കഷനിൽ ഉണ്ടാവുന്നു എന്നുള്ളതിനപ്പുറം മിക്കവാറും ആശയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ലക്ഷ്മി തന്നെയാണ്. ആ ആശയങ്ങളോടൊപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനകത്ത് ഇപ്പൊ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് ചർച്ചകളിലൂടെ നമുക്കത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി ചേച്ചിയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കാരണം മിഥുൻ ചേട്ടൻ പറഞ്ഞ തന്നെയാണ് എന്റെ റീസൺ. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെ ഇന്നുള്ളത് SK ഹോട്ട്സ്പോട്ടിൽ മിഥുൻ രമേശാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ എൻ്റെ സീറ്റിൻ്റെ തൊട്ട് മുന്നിലത്തെ സീറ്റിൽ ഇരിക്കുന്ന ആളുടെ പേര് മിഥുൻ രമേശ് എന്നാണ്. ഞാൻ എന്താ പറയുക, മലയാളിക്ക് ഒരു ചിരി കൊണ്ട് തന്നെ മനസ്സിലാവുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളാണ് മിഥുൻ രമേശ്. മിഥുൻ ചേട്ടാ, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അറിയേണ്ടതേ, നല്ല രസമായിട്ടാണ് നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്. നിങ്ങൾ പല ഇൻ്റർവ്യൂകളിൽ നിങ്ങൾ 3 പേര് ഒരുമിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ നല്ല കമ്പനിയാണ് നിങ്ങൾ 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും. പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? എന്താണ് നിങ്ങൾക്ക് 2 പേർക്കും പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ? ലക്ഷ്മി ചേച്ചിക്കും മിഥുൻ ചേട്ടനും എന്താണ് പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ? പേരന്റിംഗ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം കൊണ്ടുവന്നിട്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഒരു സ്ഥലത്തും തന്മിയെ കൊണ്ടുപോകാതിരിക്കാറില്ല. നമ്മുടെ യാത്രകളിലെല്ലാം ഒരു പ്രായം തൊട്ട് തന്മി എല്ലാത്തിലും വന്നിട്ടുണ്ട്. നമ്മള് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകാറുണ്ട്. അതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസും വയ്ക്കാറില്ല. അതുപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ട് ലക്ഷ്മിക്കും തന്മിക്കും ഇടയിൽ സംസാരിക്കാനൊരു ഭയങ്കര വലിയ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ എന്റെ അടുത്ത് പറയാത്ത പല കാര്യങ്ങളും ഇതാണ്. ഞാൻ പിന്നെ കൂടുതലായും ഈ പറയുന്ന പോലെ ഈ വരുമ്പം ഏറ്റവും കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് പേരന്റ് ആണ്. ലക്ഷ്മി അടുത്താണ് നെഗറ്റീവും പോസിറ്റീവും കൂടി ചേർന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ക്ലോഡിയൽ റിലേഷൻ ഉണ്ട് നമ്മുടെ ഇടയിൽ. പലതും തുറന്നു പറയാനും പല പ്രശ്നങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ള സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കട്ടെ. സേതുവാണ് കൂടെ. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിഥി മിഥുൻ രമേശാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ള ആൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, VJ, RJ ഒക്കെ ആയ നടൻ, എല്ലാമായ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുൻ രമേശാണ് എൻ്റെ കൂടെ ഉള്ളത്. മിഥുൻ ചേട്ടാ, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത് ഏതാണ്? യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. യാത്ര എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ ബോറടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകാറുണ്ട്. അല്ലാതെയും ചെയ്യാറുണ്ട്. അത് വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള യാത്രകളാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരുന്ന ഒരു ചെറിയ യാത്രയാണെങ്കിലും ഒക്കെ എല്ലാത്തിലും എന്തെങ്കിലും ഒരു രസമുള്ള കൗതുകം കാണാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആംസ്റ്റർഡാം ആണ്. ഏറ്റവും ഇഷ്ടമുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. പക്ഷേ നത്തിങ് കമ്പയർസ് ടു ദുബായ് എന്നേ ഞാൻ പറയാറുള്ളൂ. എല്ലാം ദുബായാണ്. പക്ഷെ നേച്ചർ വൈസ് ഒക്കെ ആംസ്റ്റർഡാം, അതുപോലെ തന്നെ വേറൊരു സിറ്റി ചോദിച്ചാൽ ഭയങ്കര ഭംഗിയുള്ള, വീണ്ടും ഇടയ്ക്കൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം സാൽസ്ബർഗ് ആണ്. സാൽസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഓസ്ട്രിയയില്.
കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിഥി മിഥുൻ രമേശ്, കൂടെയുള്ളത് സേതുവാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ആള് മല്ലു സിംഗില് ഉണ്ണി മുകുന്ദനെ ഡബ് ചെയ്ത് അങ്ങനെ തകർപ്പനാക്കിയ ഒരാളാണ്. അതായത് ഉണ്ണി മുകുന്ദൻ്റെ ഡബ്ബിങ് സ്കിൽസും ഉണ്ണി മുകുന്ദൻ്റെ ശബ്ദമൊക്കെ മലയാളിക്ക് ഇഷ്ടമാണ്, മലയാളികൾക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വേറൊരാൾ വന്ന് ഉണ്ണി മുകുന്ദനും ഡബ് ചെയ്യുമ്പോഴേക്കും മലയാളികൾക്ക് വേണമെങ്കിൽ തോന്നാം, അത് വേണ്ടായിരുന്നിട്ടും തോന്നാം. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പലർക്കും അറിയില്ലാത്തൊരു രഹസ്യമാണ് ഉണ്ണി മുകുന്ദന് മല്ലു സിംഗിൽ ഡബ് ചെയ്തിരിക്കുന്ന ആൾ ഈ ആളാണ് എന്നുള്ളത്. മിഥുൻ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്, മിഥുൻ രമേശാണ് എൻ്റെ കൂടെ ഉള്ളത്. മിഥുൻ ചേട്ടാ, നമ്മൾ ഇപ്പോൾ തൻവിയെക്കുറിച്ച് പറഞ്ഞു, പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മിഥുൻ ചേട്ടൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് സ്വന്തം അച്ഛനെ കുറിച്ച്. അപ്പോൾ അച്ഛനുമായിട്ടുള്ളൊരു കമ്പനി, അത് എങ്ങനെയാണത്, എത്രത്തോളമാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ? അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ട് 24 വർഷം കഴിയുന്നു, 25 വർഷം കഴിയുന്നു സത്യം പറഞ്ഞാൽ. അപ്പോ ഭയങ്കര അടുപ്പായിരുന്നു. എനിക്കിപ്പോ ഇപ്പോഴും ഞാൻ രാവിലെ എല്ലാവരും ചോദിക്കാറുണ്ട് അതിരാവിലെ എണീക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അച്ഛൻ കൊച്ചിനെ തൊട്ടുണ്ടാക്കി വെച്ചൊരു ശീലമാണ്. ഭയങ്കര അടുപ്പായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റൊരു നടപ്പുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ആ നടപ്പിലാണ് മിക്കവാറും സംസാരങ്ങൾ ഉണ്ടാവുക. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ചിരിക്കുമായിരുന്നു. സിനിമകൾ ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആൾ അച്ഛനാണ്. സിനിമക്കാരെ ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആൾ അച്ഛനാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് അച്ഛനൊരു ഭയങ്കര ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് ബാക്കിയെല്ലാം. ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനിൽ നിന്നും പരിമിതതേ ഉള്ളൂ. എന്നെക്കാളും നല്ല അവതാരകനായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൽ നിന്നും പഠിച്ചെടുത്തതാണ് കൂടുതലും. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുക സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് റേഡിയോ അവതാരകൻ, TV അവതാരകൻ, ഡബിംഗ് ആർട്ടിസ്റ്റ്, നടൻ ഒക്കെ ആയിട്ടുള്ള മിഥുൻ രമേശാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഉള്ളതൊരു കലക്കാച്ചി റേഡിയോ അവതാരകനാണ്, അപ്പം പിന്നെ TV അവതാരകനും അതുമാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ മിഥുൻ ചേട്ടാ, ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, കൊമേഴ്ഷ്യൽ റേഡിയോ എന്താണെന്ന് പോലും നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാലത്താണ് ഓഡീഷൻ കൊടുക്കുന്ന ഒരു സീൻ. മിഥുൻ ചേട്ടന് ഓഡീഷൻ കൊടുക്കുന്ന ആ കാലത്താണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ ഓഡീഷൻ? ഒരു സിനിമാ താരം എന്ന നിലയ്ക്കായിരുന്നോ അന്ന് ഓഡീഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഓഡീഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനൊക്കെ ആയിട്ടായിരുന്നു? എങ്ങനെയായിരുന്നു സംഭവിക്കുന്നതൊക്കെ? പിന്നെ ഒരു സിനിമാ താരം എന്നുള്ള രീതിയിലല്ല. അജിത് മേനൻ എന്ന് പറയുന്ന അന്നത്തെ ഈ റേഡിയോയുടെ പ്രോഗ്രാം ഡയറക്ടറിന് എന്നെ ഒരു സിനിമാ താരം എന്നുള്ള രീതിയിൽ അറിയില്ലായിരുന്നു. അത് എന്ന് വെച്ചാൽ എന്നെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അറിയാവുന്നത്. ഞാൻ ഏഷ്യനെറ്റിൽ ആ സമയത്ത് ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, ടെലിവിഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അന്ന് ഇങ്ങനെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ റേഡിയോ, ഈ പറഞ്ഞതുപോലെ തന്നെ കമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിനു മുമ്പ് മലയാളത്തിൽ ഇല്ലായിരുന്നതുകൊണ്ട് ടെലിവിഷൻ അവതാരകരെ കൊണ്ടുവന്ന് ചെയ്യിക്കാം എന്നുള്ള ധാരണയിലാണ്. അങ്ങനെ നൈല ഓൾറെഡി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു, മായ ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഏഷ്യനെറ്റിൽ തന്നെ ഷോ ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ഒരു ഷോ നൈലയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കാണിക്കുന്നത്. അപ്പൊ പറഞ്ഞ ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് കണ്ടുനോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞപ്പം മനസ്സിലായി ഇങ്ങനെ ഒരു ആളാണെന്ന് മനസ്സിലായിട്ട് അങ്ങനെ സാറ് വിളിച്ച്, അത് കഴിഞ്ഞാണ് സാറിന് എനിക്ക് എൻ്റെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അറിയാവുന്നത്. പുള്ളി ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നത് ദുബായിക്കാരനാവുക എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ എന്തുകൊണ്ടോ എല്ലാം അങ്ങനെ കലങ്ങി തെളിഞ്ഞ് കറങ്ങി അങ്ങോട്ടെത്തി. അപ്പോ അത് കഴിഞ്ഞപ്പോ ഇന്ന് കാണുന്ന ആ റേഡിയോയില് അദ്ദേഹം ഇരുന്ന സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 20 വർഷങ്ങളായിട്ട് റേഡിയോയിൽ തകർത്തുകൊണ്ടിരിക്കുന്ന മിഥുൻ രമേശാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് മുന്നിലെ സീറ്റിലിരിക്കുന്ന ആളുടെ പേര് മിഥുൻ രമേശ്. ചേട്ടാ, നമ്മൾ റേഡിയോയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം മുന്നേയും പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമിംഗ് ഹെഡ്, ഒരു RJ, ഒരു VJ, സ്റ്റേജിൽ തകർക്കുന്ന ഒരു MC, അങ്ങനെ എല്ലാം കൂടി തകർക്കുന്ന ഒരാളാണ്, അടിച്ചു പൊളിക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് അതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതൊരു ഭയങ്കര വലിയ ഭാഗ്യമാണ്. അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള വലിയ കാര്യമാണ്. മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇല്ല, അറ്റ്ലീസ്റ്റ് സൂപ്പർഫിഷ്യലി നിങ്ങൾ കാണുമ്പോൾ അത് മാനേജ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ എപ്പോഴും ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടതും വായിച്ചതുമായിട്ടുള്ള ഒരു കാര്യത്തിൽ പറഞ്ഞാണ് ഈ പറഞ്ഞത്, നമ്മൾ കംഫർട്ടബിൾ ആവരുത് എന്നുള്ളതാണ്. നമ്മൾ കംഫർട്ടബിൾ ആവാതെ നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് ഈ പറയുന്നതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എന്ന് കംഫർട്ടബിൾ ആയി എല്ലാം കഴിഞ്ഞു, ഓക്കെയാണ്, റിലാക്സ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന സമയത്ത്
നമുക്ക് പിന്നെ നമുക്കൊന്ന് നേടിയെടുക്കാനുള്ള ഒരു ഇംപെറ്റസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ കംഫർട്ടബിൾ അല്ലാതെ നമുക്ക് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കാനായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഞാൻ വന്നൊരു കാലഘട്ടത്തിൽ വളരെ ഡിഫൈൻഡ് ആയിട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ. നമുക്ക് സിനിമ എന്നുള്ളത് മാത്രമേ അറിയുള്ളായിരുന്നു. അതിന്റെ വേർതിരിവുകളായിരുന്നു ബാക്കിയെല്ലാം. ഈ ആങ്കറിങ്ങും വിജയിങ്ങും ആർജയിങ്ങും ഒക്കെ വന്നത് ഈ ഒരു പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങളായതുകൊണ്ട് തന്നെ ഇതെല്ലാം അതിന്റെ കൂടെ വന്ന സബ്സിഡറി പ്രോഡക്ട്സ് ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. അതാണ് വാസ്തവം. കേട്ടുകൊണ്ടിരിക്കുക സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് ടെലിവിഷൻ അവതാരകൻ RJ, VJ ഒക്കെ ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നടൻ ഒക്കെ ആയിട്ടുള്ള മിഥുൻ രമേശാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. നമ്മളങ്ങനെ നമ്മുടെ SK ഹോട്ട്സ്പോട്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. മിഥുൻ ചേട്ടൻ്റെ ആ ഒരു തിരക്കുകൾക്കിടയിൽ നമ്മളെ എന്താ പറയുക, നമുക്കിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം പറയാനായിട്ടും ഒക്കെ ഉള്ളൊരു എന്താ പറയുക, ആളെ അറിയാലോ, ഓടി നടക്കുകയാണ്. അപ്പോൾ ആളുടെ ആ തിരക്കിനിടയ്ക്ക് നമുക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ചേട്ടാ, ഇനിയിപ്പോഴേ ഈ ജീവിതം അല്ലെങ്കിൽ ജീവിക്കുന്നതിനൊരു തിയറിയൊക്കെ ഉള്ള ഒരാളാണോ മിഥുൻ ചേട്ടൻ എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരുപാട് പേർക്ക് എന്താ പറയുക, സന്തോഷിപ്പിക്കുക, ഒരുപാട് പേർക്ക് ഇത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ഒരു ലൈറ്റ് കൊടുക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫയർ കൊടുക്കുക, അങ്ങനത്തെ ഒരാളാണ് മിഥുൻ ചേട്ടൻ. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് മിഥുൻസ് സീക്രട്ട് ഓഫ് ലൈഫ്? അതറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ എല്ലാ രീതിയിലും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെല്ലാം നമുക്ക് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കംഫർട്ടബിൾ സോണിലോട്ട് പോകാതെ തന്നെ ഇങ്ങനെ മാക്സിമം എല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരു ആഗ്രഹത്തിലും ആ ഒരു ത്വരയിലും പോവുക എന്നുള്ളതാണ് ഏറ്റവും ആഗ്രഹവും ഇഷ്ടമുള്ള ഒരു കാര്യം. അത് അങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെ ഒരു റിലാക്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം തോന്നുന്ന സമയത്ത് മാത്രം റിലാക്സ് ചെയ്യുകയും വീണ്ടും തിരിച്ച് ആ ഗ്രൂവിലോട്ട് വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ലൈഫിന് ഈ പറയുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരൊറ്റ കാര്യമുള്ളൂ. ഞാനത് എപ്പോഴും പറഞ്ഞുള്ളതാണ്. നമുക്കെല്ലാം വളരെ ഈസി ആയിട്ട് ചിന്തിക്കുകയും ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേ ഉള്ളൂ. നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ അയാളോട് പെരുമാറുക. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനപ്പുറം വേറെ ഒരു ലൈഫ് മന്ത്രയും ആർക്കും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആവും. നമ്മളോട് അയാൾ എങ്ങനെ പെരുമാറണം നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരാളെ നമ്മൾ കാണുമ്പോൾ. അപ്പൊ ആ ആഗ്രഹത്തിനൊത്ത് അയാൾ പെരുമാറുകയോ ഇല്ലേ എന്നുള്ളത് നമുക്കത് ഇമ്മെറ്റീരിയലാണ്, നമുക്കത് നോക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് പെരുമാറാൻ സാധിക്കും. അതാണ് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം. ബാക്കിയൊക്കെ തിരിച്ചു കിട്ടിക്കോളും എന്നാണ് എന്റെ വിശ്വാസം. വമ്പൻ സീൻസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല വീട്ടുകാരെ കുറിച്ചുള്ള ഒരുപാട് നമ്മൾ ആരും കേൾക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എന്താ പറയുക, സാധാരണ അങ്ങനെ ഇന്റർവ്യൂവിൽ അങ്ങനെ പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ മിഥുൻ ചേട്ടൻ പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആണ്. ഒരു SK ഹോട്ട്സ്പോട്ടാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ നമ്മളിത് അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണ് വരുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.